എൻഡോഴ്സ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം. അതിന് മുൻപ് എൻഡോഴ്സ്മെൻറ്റ് കുറച്ച് തിയറി നുകർന്നാലോ? നുകരല്ലേ? മീനിങ് വൈകി. ദ ആക്ട് ഓഫ് ട്രാൻസ്ഫറിങ് ബിൽ ബൈ ഡ്രോവർ. ഡ്രോവർ എന്ന് പറയുമ്പോൾ നോർമലി ഹോൾഡർ ഓഫ് ദ ബിൽ to another person, that means the creditor, is known as endorsement of a bill. The drawer of bill can transfer it in favor of creditor in full or part settlement of the debt. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് 100 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ ക്രെഡിറ്റർക്ക് ചിലപ്പോൾ 50,000 കൊടുക്കണ്ടാവും. നമ്മുടെ ബില്ലിൻ്റെ വാല്യൂ എത്ര ആവും? 20,000. അപ്പോൾ 20,000 സാധനങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്കി 30,000 ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഫുൾ എമൗണ്ട് ഈക്വൽ ആവണം എന്നില്ല. ബില്ല് കൂടുതലാണെങ്കിൽ അങ്ങനെ കൊടുക്കൂല. ഓക്കെ അല്ലേ? ഈ കൊടുക്കുമോ? അത്രേ ഉള്ളൂ. ഈ കൊടുക്കുമെങ്കിൽ എന്ത് ചെയ്തോ? കൊടുത്തോ. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടും കണ്ട് എന്ത് ചെയ്താൽ മതി? അസറ്റായിട്ട് ഇട്ടാൽ മതി. അതൊന്നും ചെയ്യില്ല, ഉള്ള തന്നെ കൊടുക്കില്ല. പിന്നെ ഇപ്പോൾ കൂടുതൽ ദ ഡ്രോവർ എൻഡോഴ്സസ് ദ ബിൽ ബൈ സൈനിങ് ഹിം ഇൻ ദി നെയിം ഓഫ് ഇറ്റ് അലോങ് വിത്ത് ദ നെയിം ഓഫ് ദ പാർട്ടി ടു ഹൂം ഇറ്റ് ഹാസ് ടു ബീൻ ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഡ്രോവറാണ് എന്ത് ചെയ്യാം? എൻഡോസ് ചെയ്യുന്ന ആളുടെ ഇതൊക്കെ അതിൽ വെക്കും, എൻഡോസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ബില്ലിൽ എല്ലാത്തിനും പ്രൂഫ് ഉണ്ടാവും പറയും. ദ ഡ്രോവർ ഹൂ എൻഡോസ് ദ ബിൽ ഈസ് കോൾഡ് എൻഡോസർ. ദ ക്രെഡിറ്റർ ടു ഹൂം ഇറ്റ് എൻഡോസ്ഡ് ഈസ് കോൾഡ് എൻഡോസിയർ. നമ്മുടെ എക്സാമ്പിളിൽ കുട്ടപ്പൻ ആരാണെന്ത്? എൻഡോസറാണ്, എൻഡോസിയർ. ആഫ്റ്റർ എ ബിൽ ഹാസ് ബീൻ എൻഡോസ്ഡ് ടു എ ക്രെഡിറ്റർ ദ എമൗണ്ട് ഈസ് പേയബിൾ ടു ഹിം ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോവർ. ഇനി ആർക്ക് കൊടുക്കണ്ട? ഡ്രോവർക്ക് കൊടുക്കണ്ട. ആർക്ക് കൊടുത്താൽ മതി? എൻഡോസിക്ക് കൊടുത്താൽ മതി. വിച്ച് മീൻസ് സുന്ദരി ആർക്ക് പൈസ കൊടുത്താൽ മതി? കോയക്ക് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? സുന്ദരി കോയ ആരാന്നൊക്കെ ഈ വീഡിയോ ഇത് മാത്രമേ കാണുന്ന ആളുകൾ എന്ത് ചെയ്യും? ചിലപ്പോൾ മനസ്സിലാക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട തൊട്ട് മുൻപത്തെ എന്ത് ചെയ്യണം? വീഡിയോ കൂടെ എന്ത് ചെയ്യണം? കാണും. ഓക്കെ അല്ലേ? യെസ്. ഓപ്ഷൻ ടു എൻഡോസി വിത്ത് ദ ബിൽ. ഈ ബില്ലുമായിട്ട് എൻഡോസിക്ക് എന്തൊക്കെ ഓപ്ഷനാണുള്ളത്? ഓക്കെ അല്ലേ? അത് ഈ ബില്ല് എൻഡോസിയുടെ കയ്യിൽ കിട്ടൂലേ? ഈ ബില്ല് ആരുടെ കയ്യിലുള്ളത്? കോയല്ലേ? കോയക്ക് ഇനി കുറേ ഓപ്ഷൻ ഉണ്ട്. ഈ നേരത്തെ ചോദിച്ച പോലെ കോയക്ക് ഈ ബില്ല് എന്ത് ചെയ്യാം? റിട്ടേൺ ദ ബിൽ ഡ്യൂ ഡേറ്റ് വരെ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ചെയ്യാം. ഇനി അടുത്ത പോയിന്റ് ഭയങ്കര രസമാണ്. ഫർദർ എന്ത് ചെയ്യാം? എൻഡോസ് ചെയ്യാം. കോയക്ക് ഇനി പൈസ കൊടുക്കാനുള്ള ഒരാളില്ലേ, അയാൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ബില്ല് അങ്ങനെ എത്ര വേണമെങ്കിലും ഇതിങ്ങനെ പോകും. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. അടുത്തേതാ? സെൻഡ് ബിൽ ടു ബാങ്ക് ഫോർ കളക്ഷൻ. അത് നമ്മൾ ഇനി അടുത്ത ടോപ്പിക്ക് പഠിക്കാണ്ട് ബില്ലിലേക്ക് എന്ത് ചെയ്യുക? കളക്ഷൻ ജസ്റ്റ് പറഞ്ഞിരുന്ന അടുത്ത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇൻ ദി ബുക്സ് ഓഫ് ഏതാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് കുഴപ്പമില്ലല്ലോ. അതൊക്കെ ആസ് യൂഷ്വൽ എൻട്രികളാണ്. എൻഡോസ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി വേണമെങ്കിൽ നോക്കാം. എൻഡോസി അക്കൗണ്ട് അപ്ഡേറ്റ് ഏതാണ്? ബിൽസ് റിസീവബിൾ. എവിടെ? ഇൻ ദി ബുക്സ് ഓഫ് എൻഡോസർ അല്ലെങ്കിൽ ഡ്രോവർ. പിന്നെ എൻഡോസി ഇത് തരുത്തിട്ട് അത് ഡ്രോവി ഇവിടെ കൊടുത്തുള്ളേ. ഓക്കെ അല്ലേ? അപ്പോൾ എൻഡോസി അടുത്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരാം? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു എൻഡോസ്. അറ്റ് മെച്യൂരിറ്റി സമയത്ത് ഹോണറായാലും എൻട്രി ഇവിടെ ഇല്ല. കാരണം ആരാർക്ക് പൈസ കൊടുത്തോളും? എൻഡോസി ഡ്രോവർക്ക് കൊടുത്തോളും. ഓക്കെ അല്ലേ? അപ്പോൾ തെറ്റിപ്പോയി. ഡ്രോവി ആർക്ക് കൊടുക്കും? എൻഡോസി കൊടുക്കും. അപ്പോൾ എൻട്രി ഇവിടെ എന്താ? ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് റിസീവബിൾ എടുത്ത് ബിൽസ് പേബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. ഡിസോണർ ആവുകയാണെങ്കിൽ എന്താ? എൻഡോസർ. ഡ്രോവർ എൻട്രി എന്താ? ഡ്രോവി അക്കൗണ്ട് അപ്ഡേറ്റ് ടു എൻഡോസി. ഓക്കെ അല്ലേ? അതോ ഡ്രോവി എന്താണ്? അസറ്റ് കൂടി, എൻഡോസി എന്താ? ലയബിലിറ്റിയും കൂടി. ഓക്കെ. ഇതിനടുത്ത് എൻഡോസർ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ഇവിടുത്തെ എൻട്രി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ക്യാഷ് കിട്ടിയപ്പോൾ ക്യാഷായി. അപ്പോൾ ക്യാഷിൽ ആരാണ്? എൻഡോസർ. ഓക്കെ. എൻഡോസർ ഇനി ആർക്ക് പൈസ കൊടുക്കണം? എൻഡോസിക്ക്. ഓക്കെ. ഇത് ഫസ്റ്റ് ഈ ഡെപ്റ്റർ കണ്ടില്ലേ? അതേ കോൺസെപ്റ്റിലേക്ക് എത്തി. ഈ ഡെപ്റ്റർ തന്നെയാണ് ആര്? ഈ എൻഡോസർ. പക്ഷേ ആ ടേമും ഇങ്ങനെ ബില്ല് സെൻഡ് ചെയ്തപ്പോൾ പേരൊന്നും മാറി. അപ്പുറത്തെ എന്താ? ബിൽസ് പേബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഡ്രോവർ. ഈ എൻട്രി ഡിസോണറായുള്ള നോർമൽ എൻട്രി തന്നെ എപ്പോഴും എന്ത് ചെയ്യാൻ വരും. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഏതാണ്? കൾച്ചർ. പെട്ടെന്ന് പറയാം. ഓക്കെ അല്ലേ? എത്ര രൂപയുടെയാണ്? 3000 രൂപയുടെ അല്ലേ? മനസ്സിലുണ്ടായിക്കോട്ടെ കേട്ടോ. ആർട്ടാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത് കൾച്ചറിന്ന്. എന്നിട്ട് ആർട്ട് സോൾഡ് ഗുഡ്സ് ടു ആർക്ക് കൊടുത്ത്? ഡ്രാമ കൊടുത്ത്.
ഓക്കെ അല്ലേ? ഡ്രാമയാണ് അടുത്ത ആളെന്നുള്ളത്. അപ്പോൾ ആർട്ട് ആരിൽ നിന്ന് ആദ്യം പർച്ചേസ് ചെയ്ത്, കൾച്ചറിൽ നിന്ന് പർച്ചേസ് ചെയ്ത്, പിന്നെ ആർട്ട് ആ പർച്ചേസ് ചെയ്ത ഗുഡ്സ് തന്നെ ആർക്ക് വിറ്റു എന്ന് വിചാരിക്കാം, ഡ്രാമക്ക് വിറ്റു. എന്നിട്ട് ബില്ല് എന്ത് ചെയ്ത് ആരുടെ മുകളിൽ എഴുതുക? ഡ്രോവറായ ഡ്രാമർ, അയാൾക്ക് പൈസ കിട്ടാനുള്ളായിരുന്നു. എന്നിട്ട് ആർട്ട് എൻഡോസ് ഡ്രാമയുടെ അക്സെപ്റ്റൻസ് ആർക്ക് കൊടുത്തു? അയാൾ പൈസ കൊടുക്കാനുള്ള കൾച്ചറിന് എന്ത് ചെയ്ത് കൊടുത്ത് ജേണൽ എൻട്രി പാസ് ചെയ്യാനാണ് പറയുന്നത്. 3 ആളുടെ ഉണ്ട്. ആരെയൊക്കെ? ആർട്ടിൻ്റെ വേണം, കൾച്ചറിൻ്റെ വരും, ഡ്രാമയുടെ വരും. നമുക്ക് നോക്കാം. ഇത് അതിൻ്റെ ഒരു ഓർഡർ പറയാം. ഫാക്ട്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്ത് ജേണൽ എൻട്രി ആദ്യം പർച്ചേസ് ചെയ്ത്, സെയിൽ ചെയ്ത്, ബില്ല് അക്സെപ്റ്റ് ചെയ്ത്, എൻഡോസ് ചെയ്ത്, ഹോണർ ചെയ്ത്, അല്ലെങ്കിൽ ഏതാണ് ഡിസോണർ ചെയ്ത്. അപ്പോൾ ഇൻ ദി ബുക്സ് ഓഫ് ആദ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു കൾച്ചർ. ആരാണ്? ഇൻ ദി ബുക്സ് ഓഫ് ആർട്ട്. ഓക്കെ അല്ലേ? അടുത്ത എൻട്രി എന്താ? സെയിൽ ചെയ്ത് ഡ്രാമയ്ക്ക്. ഡ്രാമ അക്കൗണ്ട് അപ് ടു ഏതാണ്? സെയിൽസ്. ഇനി ബില്ല് ഡ്രോ ചെയ്ത് എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ഡ്രാമ. ഓക്കെ അല്ലേ? ഒക്കെ അറിയുന്ന സാധനമാണ് സ്പീഡിൽ പോകുന്നത്. ഇതിനടുത്ത് എന്താണ്? ഇനി എന്താ? ഈ ബില്ല് ആർക്ക് കൊടുക്കണം? കൾച്ചറിന് കൊടുക്കണം. കണ്ട, കൾച്ചറിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻട്രി എന്താ? കൾച്ചർ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ഇനി ഹോണർ ആവുകയാണെങ്കിൽ എൻട്രി ഒന്നും ഇല്ല. ഡിസോണർ ആവുകയാണെങ്കിൽ എൻട്രി ഉണ്ട്. ഏത് കൂടും? ഒരു അസറ്റും കൂടും, ഒരു ലയബിലിറ്റിയും കൂടും. അസറ്റ് ഏതാ? ഡ്രാമ. അപ്പോൾ ഡ്രാമ അക്കൗണ്ട് അപ് ടു നമ്മൾ വേണമെങ്കിൽ എഴുതാം എൻഡോസി അക്കൗണ്ട് അപ് ടു ഡ്രോവി. ഓക്കെ അല്ലേ? വേണമെങ്കിൽ അങ്ങനെ എഴുതിയേക്കാം. ഡ്രാമ അക്കൗണ്ട് അപ് ടു കൾച്ചർ. അത് കഴിഞ്ഞു. തെറ്റിപ്പോയാ? ഡ്രോവി അക്കൗണ്ട് അപ് ടു എൻഡോസി. ഓക്കെ, അതാ പ്രശ്നം. അത് കാണാപ്പാടം അടിച്ചാൽ എന്ത് ചെയ്യില്ല? കിട്ടൂല. ഓക്കെ, കാര്യം പറഞ്ഞാൽ അങ്ങനത്തെ സാധനമാകുമ്പോൾ എന്ത് ചെയ്യും? കയ്യിൽ നിന്ന് പോകും പറയാം. ഓക്കെ, പിന്നെ അടുത്ത നമുക്ക് ആരെ പോവാം? എൻഡോസിഡായിരുന്നു. എൻഡോസി ആർക്ക് സെയിൽ ചെയ്ത്? ആരെ എൻഡോസി? കൾച്ചറാണ്. ആർക്ക് സെൻഡ് ചെയ്ത്? സെയിൽ ചെയ്ത് ആർട്ടിന്. അപ്പോൾ അടുത്ത ഫസ്റ്റ് എൻട്രി എന്താ? ആർട്ട് അക്കൗണ്ട് അപ് ടു സെയിൽസ്. പിന്നെ ബില്ല് റിസീവ് ചെയ്ത്. ബില്ലത് ഇയാൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കൾച്ചർ ഉണ്ടാക്കി ഡ്രോ ചെയ്ത് സെൻഡ് ചെയ്ത ബില്ലാണോ? അല്ല. ആർട്ട് എന്ത് ചെയ്യാണ്? ഡ്രാമയുടെ നിന്ന് കിട്ടിയ ബില്ല്. ഓക്കെ അല്ലേ? അതാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻട്രി എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ആർട്ട്. ഇനി ഹോണർ ആകുമ്പോൾ എന്ത് ചെയ്യുക? പൈസ കിട്ടും. ആര് തരും? ഡ്രാമ ആർക്ക് തരും? കൾച്ചറിന് തരും. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആർട്ട് അക്കൗണ്ട് അപ് ടു ഈ ആർട്ടില്ലേ പണ്ട് ഡെബിറ്റ് ചെയ്ത് പിന്നെ എന്ത് ചെയ്ത് ബില്ല് വന്നിട്ട് മുങ്ങിയല്ലേ. ഇനി അയാളോട് പറയണം നീ എന്ത് ചെയ്യണം? പൈസ തരണം. അപ്പോൾ ഇയാളുടെ അസറ്റാണ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇനി ആരെയും കൂടെ നോക്കാം? ഡ്രാമ കൂടെ നോക്കാം. ഡ്രാമ ആദ്യം പർച്ചേസ് ചെയ്യുന്ന ആർട്ടിൻ്റെ. പിന്നെ ബില്ല് പേയബിളാണ് അയാൾക്ക് വരിക. അപ്പോൾ ആർട്ട് അക്കൗണ്ട് അപ് ടു ഏതാണ്? ബിൽസ് പേയബിൾ. പിന്നെ ഈ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്? എൻഡോസ് ചെയ്തിട്ടുണ്ട്. ആര്? കൾച്ചർ. ആർക്ക്? ഡ്രാമക്ക്. ഓക്കെ അല്ലേ? അല്ല ആർക്ക്? ആർട്ട് കൾച്ചറിന്. സോറി, അത് ഇവിടെ എൻട്രി ഉണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ഇനി ഹോണർ ആയി കഴിഞ്ഞാൽ എന്താ എൻട്രി? ഇയാൾ പൈസ കൊടുക്കുന്ന സാധാ എൻട്രി ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ക്യാഷ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ബിൽസ് പേബിൾ അക്കൗണ്ട് അപ് ടു ആർട്ട്. ആർക്ക് ആരുമായിട്ടാണ്? ഡ്രാമക്ക് ആരുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്? ആർട്ട്. ഡ്രാമയുടെ അക്കൗണ്ട്സിൽ എവിടെ ആര് വരേണ്ട ആവശ്യമില്ല? കൾച്ചർ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ.